2025 അവസാനിക്കുന്നു. ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും കായിക മേഖലയിലും ഇന്ത്യ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. കേരള PSC, SSC, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ചില സുപ്രധാന നേട്ടങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. 2025 ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തി. പല മേഖലകളിലും ഇന്ത്യ തന്റെ പാദമുദ്രകൾ ആദ്യമായി പതിപ്പിച്ചു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില നേട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓട്ടോണമസ് സാറ്റലൈറ്റ് ഡോക്കിംഗ്. ജനുവരി 16, 2025 സ്പെയ്ഡെക്സ് മിഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ അഥവാ PSLV C-60 സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്പെയ്ഡെക്സ് മിഷൻ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ലോഞ്ച് ചെയ്തത്. റഷ്യ, US, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഫസ്റ്റ് ഇന്ത്യൻ ആസ്ട്രോനോട്ട് ഓൺ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS-ൽ താമസിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാൻശു ശുക്ല മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആക്സിയം 4 എന്ന മിഷൻ ലീഡ് ചെയ്തുകൊണ്ടാണ് ശുഭാൻശു ശുക്ല ISS-ൽ പോയത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഫാക്റ്റും കൂടി ഉണ്ട്. 41 വർഷങ്ങൾക്ക് മുൻപേ 1984 സോയൂസ് T-11 മിഷനിലാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ സ്പേസിൽ എത്തിപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് ഇൻഡിജിനസ് സെമി കണ്ടക്ടർ ചിപ്പ്. ഡൽഹിയിൽ വെച്ച് നടന്ന സെമിക്കോൺ ഇന്ത്യ 2025 ഇന്ത്യയുടെ ആദ്യ ഇൻഡിജിനസ് സെമി കണ്ടക്ടർ ചിപ്പായ വിക്രം 32 ബിറ്റ് പ്രോസസറിനെ പരിചയപ്പെടുത്തുകയുണ്ടായി. സ്പേസ് മിഷനിലും മറ്റും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ സഹായകമാക്കുന്ന ഈ സെമി കണ്ടക്ടർ ചിപ്പ് ഡെവലപ്പ് ചെയ്തിരുന്നത് ISROയുടെ സെമി കണ്ടക്ടർ ലബോറട്ടറി തന്നെയാണ്. 2025 കായിക മേഖലയിലും ഇന്ത്യക്ക് അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചിരുന്നു. നമുക്ക് അവയൊക്കെ ഒന്ന് ഓർത്തെടുത്താലോ. ഇന്ത്യ ഹോസ്റ്റഡ് വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന 4ാമത്തെ ഏഷ്യൻ രാജ്യമായിട്ട് 2025 ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇതിനു മുന്നേ ഏഷ്യയിൽ നിന്നും ജപ്പാൻ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് ഈ ഇവന്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 6 സ്വർണം, 9 വെള്ളി, 7 വെങ്കലം എന്നിങ്ങനെ 22 മെഡലുകളോടെ ഒരു റെക്കോർഡ് നേട്ടം ഇന്ത്യ കൈവരിച്ചു. വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 2025 ഒന്നാമത് എത്തിയത് ബ്രസീലാണെന്നും 2ാമത് എത്തിയത് ചൈനയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളോടൊന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ FIDE വുമൺസ് വേൾഡ് കപ്പ്. ദിവ്യ ദേശ്മുഖാണ് ചെസ് കളിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇതോടെ ഇന്ത്യയുടെ 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായും 4ാമത്തെ വുമൺ ഗ്രാൻഡ് മാസ്റ്ററായും ദിവ്യ ദേശ്മുഖ് മാറുകയുണ്ടായി. മാത്രമല്ല ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും യങ്ങസ്റ്റ് ചെസ് പ്ലെയറും ദിവ്യ ദേശ്മുഖ് തന്നെയാണ്. ICC വുമൺസ് ODI വേൾഡ് കപ്പ് 2025 ഹോസ്റ്റ്സ് ആൻഡ് ചാമ്പ്യൻസ്. 2025 വനിതകളുടെ ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിരുന്നത് ഇന്ത്യയും ശ്രീലങ്കയും കൂടെ ചേർന്നായിരുന്നു. നവി മുംബൈയിലെ DY പട്ടേൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചതും സൗത്ത് ആഫ്രിക്കയായിരുന്നു. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് അർഹയായത് ഷിഫാലി വർമ്മയായിരുന്നു. ICC വുമൺസ് ODI വേൾഡ് കപ്പ് 2025 പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ് കിട്ടിയത് ആർക്കാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമന്റിൽ രേഖപ്പെടുത്തുക. എല്ലാ കൂട്ടുകാർക്കും സ്കോർ ടീമിന്റെ പുതുവത്സരാശംസകൾ.